ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയും ശാരിയും കൂടി നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ താരയെ കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി, ദേ വരുന്നുണ്ട് അവള്, എന്നെ മോളായി കാണുന്നവള് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സരയു ദേഷ്യത്തോടെ ഇങ്ങനെ പറയാം. അപ്പോൾ താര ഇവരെ കണ്ടു. ഇവരെ കണ്ടതും താര ഭയങ്കര സന്തോഷത്തോടെ മോളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ശാരി പിന്നൊന്നും മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ താര ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുമ്പോൾ ശാരിയുടെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുവാണ്. അപ്പോൾ സരയുവിനെ തൊടാനായിട്ട് താര ചെന്നു. അപ്പോൾ ആരാടി നിന്റെ മോള് എന്ന് ചോദിച്ചുകൊണ്ട് താരയോട് ദേഷ്യപ്പെടുക. ദേ എൻ്റെ അടുത്ത് വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ പോട്ടെ മോളിങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ശാരി സരയുവിനെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ എന്തിനാടി എൻ്റെ മോൾക്കരികിലേക്ക് നീ വരുന്നത് എന്നും ചോദിച്ചാൽ വാ മോളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശാരി പിടിച്ചോണ്ട് പോകുമ്പോഴേക്കും സരയുവിനെ പിടിച്ചു വെക്കുകയാണ്. താര എൻ്റെ മോളാന്ന് പറഞ്ഞു. അപ്പോൾ എടി നിനക്ക് കാണുമായിരിക്കും എൻ്റെ പ്രായത്തിലുള്ള മക്കൾ, പക്ഷേ നിനക്ക് ഞാൻ മകളല്ല, അമ്മയില്ലാത്ത പെൺകുട്ടികളും കാണും, അവരെ ആരെങ്കിലും പോയി പിടിക്കാൻ പറഞ്ഞു, എന്നെ വെറുതെ വിട്ടേക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ഇങ്ങനെ നെഞ്ചിൽ കുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുക. ശാരി സരയുവിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അമ്മ അവളെ ചൂലെടുത്തടിക്കാൻ നോക്കുന്നതാ, ഇന്നെന്താ കൂടുതലൊന്നും പറയാത്തേന്ന് ചോദിച്ച സരയുവിനോട്, പറയുന്നത് എന്തിനാ മോളെ, അവള് പറയുന്നതിലൊന്നും ഒരു കഴമ്പും ഇല്ലെന്ന് നമുക്കറിയില്ലേ, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ വായിട്ട് അലയ്ക്കുന്നതെന്ന് ചോദിക്കുവാണ് ശാരി. നീ ഇങ്ങോട്ട് വന്നേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോളെ വിളിച്ചുകൊണ്ട് പോണു. പിന്നെ കാണിക്കുന്നത് രാഹുലിനെ ആട്ടോ. രാഹുൽ ഇങ്ങനെ അവിടെ കിടക്കുവാണേ. അങ്ങനെ കിടന്നിട്ട് ഒരു രീതിയിൽ രാഹുലിന് ഒരു സമാധാനം കിട്ടുന്നില്ല, അടുത്ത് ആരും ഇല്ല. എന്നിട്ട് രാഹുൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക. അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്താണ് താര അതുവഴി വരുന്നതും ഈ രാഹുലിനെ കാണുന്നതും. താരയെ കണ്ടതും രാഹുൽ പേടിച്ച് ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക. താര ഇങ്ങനെ രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഷർട്ടിൻ്റെ കോളറിന് കയറി അങ്ങ് പിടിച്ചു. അപ്പം നീ എന്ത് കാണിക്കുന്ന താര, വീട് താര, ആൾക്കാരൊക്കെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ വിടുന്നു പറഞ്ഞുകൊണ്ട് പിടിയും വലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോഴേക്കും ദേ നമ്മുടെ മനുവും കൂട്ടരും അതിലെ വരുന്നു. മനുവും കൂട്ടരും വരുമ്പോൾ ഈ കാഴ്ച കാണുവാണ്. ഈ കാഴ്ച കണ്ടപ്പോഴേക്കും നമ്മുടെ മനു അവരുടെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ ഇതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും താര ഇത് കണ്ടു കേട്ടോ. താര എന്നിട്ട് പിടിവിടുന്നു പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ പിടിച്ചു മാറ്റുക. അപ്പോൾ എന്താ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. ഈ സമയത്ത് അവരോട് പൊയ്ക്കോ എന്നിങ്ങനെ പതുക്കെ മനു കാണിച്ചു കൊടുക്കുവാണ്. അതായത് പുതിയ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനോടും അമ്മയോടും. അപ്പോൾ എന്താന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് മനോഹരൻ്റെ ഷർട്ടിനും കയറി പിടിക്കുവാണ് താര. അപ്പം നിങ്ങൾ എന്നതാ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ താര എന്തൊക്കെയോ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ടേ. അങ്ങനെ ആംഗ്യം കാണിച്ച് ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ചായയും മേടിച്ചിട്ട് അവരിങ്ങോട്ടേക്ക് വരുന്നത്. അതായത് സരയും അതുപോലെ നമ്മുടെ ശാരിയും കൂടി. അപ്പോഴേക്ക് രാഹുലിന് പേടിയായി. പെട്ടെന്ന് താരെ നീ ഇപ്പോൾ പോ, ശാരിയും സരയും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ അവരെ ഓടിച്ചു വിടാൻ നോക്കും. അപ്പോൾ ശാരിക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അവൾ എൻ്റെ മോളാണെന്ന് പറഞ്ഞുകൊണ്ട് താര ഇങ്ങനെ വീണ്ടും രാഹുലിനോട് പറയാം. ഇതൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, ഇവരുടെ മോളാണ് നിങ്ങളുടെ മോളെന്ന് പറയാൻ, സരു ഇവളുടെ മോളാണെന്ന് പറയാൻ എന്ന് പറഞ്ഞു മനു ഒച്ചത്തിൽ കിടന്ന് അലറുക. അപ്പോഴേക്കും ഇവരങ്ങോട്ടേക്ക് വന്നു. മനു എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ വന്നപ്പോഴേക്കും രാഹുലിന് ടെൻഷനായി, കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നുള്ള പേടി. അപ്പോൾ താര ഇങ്ങനെ മോളെ വീണ്ടും തൊടാൻ തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ കൈ തട്ടി അങ്ങ് മാറ്റി സരയും. അങ്ങനെ രാഹുലും അതുപോലെ താരയും തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ടുകൊണ്ട് വരികയാണ് സരയും അതുപോലെ ശാരിയും കൂടി. അപ്പോൾ ഇങ്ങനെ മോളെ സ്നേഹം കൊണ്ട് നോക്കുമ്പോൾ മോളോ ആരുടെ മോളെന്ന് ചോദിച്ചുകൊണ്ട് സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി അടി കൊടുക്കുവാണ് സരയും. അതായത് താരയെ തല്ലുന്നു. ആ തല്ലും മേടിച്ച് പാവം ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ. ശാരി പേടിച്ച് നിൽക്കുന്നു. അപ്പോൾ സ്വന്തം മോള് പെറ്റമ്മയുടെ കവിളത്ത് തല്ലി, വെരി ഗുഡ് എന്നും പറഞ്ഞോണ്ട് മനു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പം നിന്നോട് പോകാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് ശാരി ദേഷ്യപ്പെടുക. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ എന്നൊക്കെ ചോദിച്ച് ശാരി ഇങ്ങനെ ദേഷ്യപ്പെടുക. ആ സമയത്ത് നമ്മുടെ താര രാഹുലിനെ കാണിച്ചു കൊടുക്കുക ശാരിക്ക്. രാഹുലാണ് കിടന്ന് പപ്പാ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രാഹുലിൻ്റെ കയ്യിലേക്ക് പിടിക്കാനായിട്ട് താര ചെന്നപ്പോഴേക്കും വിടടി എന്ന് പറഞ്ഞുകൊണ്ട് ശാരി ചെന്നു. ഈ താരയെ തടഞ്ഞു. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്, ഇത് നിന്റെ മോളല്ല, ഈ പേരും പറഞ്ഞിനി ഞങ്ങൾക്കരികിലേക്ക് നീ വന്നു പോകരുത്, ഞങ്ങളുടെ വീട്ടിലേക്ക് നീ വരരുത്, പോടിയെന്നും പറഞ്ഞു താരയെ ഉന്തി തള്ളി ശാരിയും പറഞ്ഞു വിടുക കേട്ടോ. വെറും കൈയോടെ കരഞ്ഞ് നിലവിളിച്ച ആ പാവം ഇതെൻ്റെ മോളാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം രാഹുലിൻ്റെ മുഖത്ത് നോക്കി കഷ്ടമുണ്ട് കേട്ടോ എന്ന് മനു പറഞ്ഞു. നീ ആണോടാ ഇവളെ വിളിച്ചു വരുത്തിയതെന്ന് രാഹുൽ ചോദിക്കുക. ഞാനല്ല, വേണമെങ്കിലേ ഞാൻ അവരെ വിളിച്ചു വരുത്താം, എന്താ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. പോടി, ആരുടെയോ കുഞ്ഞിനെ പ്രസവിച്ച് കളഞ്ഞിട്ട് അവളിപ്പോൾ അലഞ്ഞ് നടക്കുക കുഞ്ഞിനെയും തേടി, പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു പെറ്റമ്മയെ ആട്ടി തുപ്പി അവിടുന്ന് പറഞ്ഞു വിടുന്നു കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും അല്ല മനുവേട്ടൻ എന്താ ഇവിടെ എന്ന് സരയു ചോദിച്ചു. അല്ല ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനെ ഇവിടെ വെച്ച് കണ്ടു, എൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയതാണെന്നും പറഞ്ഞു. മനു ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു പിടിവലിയൊക്കെ ഞാൻ കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ
പിടിവലിയോ എന്ന് ചോദിച്ചു ശാരി. അതെന്നെ, അച്ഛൻ്റെ ഷർട്ടിൽ അവർ കടന്നു പിടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ശാരി അന്നേരം ഇങ്ങനെ നോക്കുക, രാഹുൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ, പേടിച്ച്. അതിനുശേഷം എൻ്റെ മോളെ താന്നും പറഞ്ഞ് എന്നെയും കടന്നു പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മനു. അങ്ങനെയാണെങ്കിലേ 2 കൂടി ഞാൻ അവർക്കൊട്ട് പൊട്ടിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ സരു പറഞ്ഞപ്പോൾ, വേണ്ട മോളു, മകളെ നഷ്ടപ്പെട്ട ഒരു പാവ അമ്മയല്ലേ എന്ന് നമ്മുടെ മനു പറയുന്നു. അതിന് ഞാനാണ് അവരുടെ മകളെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തിനാ എന്ന് മനുവിനോട് ചോദിക്കുന്നു സരയും. ശാരി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്നും പറഞ്ഞു മനു. അപ്പോൾ കയറിപ്പോടോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനോട് കയറിപ്പോകാനായിട്ട് ശാരി പറയുന്നു. അപ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു സരയു. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നുമല്ല, കയറിപ്പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാം. അപ്പോൾ അമ്മ എന്തിനാ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പം അയാൾ കാരണമല്ല ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ ശാരി ഇങ്ങനെ മക്കളോട് ചോദിക്കുക. എല്ലാം മോൾക്ക് നേടിത്തന്നിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരാളാണ് അയാളോട് പിന്നെ ഞാൻ എന്താ കാണിക്കേണ്ടത്, എന്താ പറയേണ്ടത്? അങ്ങനെ ഒരാളെ എനിക്ക് കാണുന്നത് ഈ കലിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശാരിയും തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. ഇവർക്ക് ഇതെന്താ പറ്റിയെന്ന് അറിയില്ലെന്നും പറഞ്ഞ് നമ്മുടെ മനു ഇങ്ങനെ പറയണു. നിന്റെ അച്ഛനെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല, എന്തൊക്കെയോ തരികട പരിപാടികൾ നല്ല പ്രായത്തിൽ അങ്ങേര് കാണിച്ചു വെച്ചിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. എന്തായാലും മോളുവിൻ്റെ അച്ഛൻ പറയുന്നതൊന്നും അല്ല ശരി, സത്യമൊക്കെ എന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ മനു സരുവിനോട് പറഞ്ഞപ്പോൾ സരു ഇങ്ങനെ സംശയിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ മടുത്തു, ഈ തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് എനിക്ക് വട്ടായി എന്നൊക്കെ പറഞ്ഞു സരയു. മോളെ, ഞാൻ ഈ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്, മോള് ചെല്ല, ഞാൻ ഉടനെ വന്നോളാം, മോള് ചെല്ല എന്ന് പറഞ്ഞു വിട്ടിട്ട് മനു ഇങ്ങനെ അങ്ങ് പോരുന്നു. സരയു വന്നിട്ട് റൂമിലേക്കും പോയി. മനു വന്നിട്ട് അവിടുന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താ മോനയുടെ പ്രശ്നമെന്ന് ഇവർ ചോദിക്കാം. അത് പിന്നെ എൻ്റെ പരിചയത്തിലുള്ള ഒരാളാണ്, ഇവിടെ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നോക്കി നടത്തിയിരുന്നത് അയാളാണെന്നൊക്കെ പറഞ്ഞു മനു. പിന്നെ ഇടയ്ക്ക് വെച്ച കമ്പനിയിൽ വെച്ച ചില തിരിമറികളൊക്കെ നടത്തിയതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു വിട്ടതാ. അതിന് അയാളുടെ കുത്തിന് വേറൊരു സ്ത്രീ പിടിക്കുന്നതാണല്ലോ കണ്ടത്, അതും ഇതും ആയിട്ടെന്താ മോനെ ബന്ധം? അത് പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് കൈമാറി പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയതാ. നമുക്ക് അടുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാലോ, കണ്ടില്ലെന്ന് അടിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, റോണിയേട്ടന് ഇവിടെ കമ്പനിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം എപ്പോൾ പറഞ്ഞെന്ന് ചോദിച്ചു. എനിക്കിവിടെ ബ്രാഞ്ചുകളുണ്ടെന്നേ, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ബ്രാഞ്ചുകളുണ്ട്. തിരുവനന്തപുരത്തെ ബ്രാഞ്ച് മാനേജറായിരുന്നു അയാൾ. ഇപ്പോഴും ഞാൻ അയാളെ പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു റോണി പറയുമ്പോൾ, തലയ്ക്ക് സുഖമില്ലാത്തവരൊക്കെ എന്തിനാ മോനെ വെച്ചോണ്ടിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു. ഒരാൾക്ക് അസുഖം വന്നു എന്ന് കരുതി നമുക്ക് അയാൾ ഒഴിവാക്കി കളയാൻ പറ്റുമോ? അയാൾക്കും ജീവിക്കേണ്ടേ എന്ന് മനു ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുവാണേ, ഒന്നാമത് ഒരു ബാധ്യതയുള്ള കൂട്ടത്തിൽ ഈ രാഹുൽ, അയാളുടെ മോൾക്കും ഉണ്ട് അതുപോലൊരു അസുഖം എന്നൊക്കെ പറഞ്ഞ് സാരിവരെയും ഭ്രാന്തിയാക്കുന്നു. അവരുടെ കാര്യം ഇതിനേക്കാളും വിചിത്രമാണ്, ആരെ കണ്ടാലും അവളുടെ ഭർത്താവാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ, അയ്യോ, അവളുടെ ഭർത്താവിൻ്റെ പേര് മനോഹർ എന്ന് മറ്റാണ്, അവനങ്ങ് വഞ്ചിച്ചിട്ടങ്ങ് പോയി. അതിനുശേഷം ഏത് ചെറുപ്പക്കാരെ കണ്ടാലും മനുവേട്ട എന്ന് വിളിച്ച് ഓടിച്ചെന്നങ്ങ് കെട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം അവൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടായിരിക്കും അവളുടെ കെട്ടിയോനും അവളെ ഇട്ടിട്ട് പോയതല്ലേ എന്നൊക്കെ അമ്മ ചോദിച്ചപ്പോൾ, ആയിരിക്കുമെന്നേ, അതിൻ്റെ ഒരു സഹതാപം എനിക്ക് അവളോടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം, അല്ല റോണിയേട്ടൻ എന്തിനാ അവളോട് സഹതാപം, അങ്ങനെ ആൾക്കാരുമായിട്ടൊന്നും ഒരു കമ്പനിയും വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല മോളും, ഞാൻ ഇങ്ങനെ ഒരാളെ അല്ല, പിന്നെ അവളിപ്പോൾ പ്രഗ്നൻ്റാ, അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു സഹതാപം അവളോട് കാണിച്ചേ പറ്റൂ എന്നൊക്കെ മനോഹർ പറയണം. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം മോനെ എന്ന് പറഞ്ഞ് ഇവർ യാത്ര പറഞ്ഞപ്പോൾ പോവുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ മോനിപ്പോൾ തിരക്കുള്ള സമയമല്ലേ, ഞങ്ങൾ പോകാം. ശരി, എന്താ ആവശ്യം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ആ സമയം തന്നെ ഞാൻ ഓടി എത്തിക്കോളാവേ എന്നൊക്കെ മനോഹർ ഇവരോട് പറയുന്നു. അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് അങ്ങനെ ശ്വാസം നേരെ വിട്ട് നിൽക്കുക. എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ ഇവരുടെ മുന്നിൽ വന്ന് സരു എന്നെ മനുവേട്ടാന്ന് വിളിച്ചാലും ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആശാൻ ഇങ്ങനെ സ്വയം വിചാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരിതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ സംസാരിച്ചിട്ട് അവരങ്ങ് പോയി. മനു തിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണുന്നത് നമ്മുടെ താരയെ കണ്ടപ്പോഴേക്കും മനു ഞെട്ടി. താര വന്നിട്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് മനോഹറിൻ്റെ ഷർട്ടിന് കയറിയൊക്കെ പിടിച്ചു. അപ്പോൾ നിങ്ങളെന്തീ കളിക്കുന്നത്, ഷർട്ടിൽ നിന്ന് വിടാനൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിങ്ങനെ പറയാം മനു. നിങ്ങളുടെ മോളാണ് സരയു എന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷേ കൂടുതൽ കളിച്ചാലുണ്ടല്ലോ മകള് തന്നെ അമ്മയെ കൊന്നിരിക്കും, പറഞ്ഞേക്കാമെന്നൊക്കെ പറഞ്ഞ് താരെ ഭീഷണിപ്പെടുത്തുമോ മനു. അതിന് വേണ്ടുന്ന സാഹചര്യം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കും, അതുകൊണ്ടേ കളി മനോഹറിന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനു അവിടെ നിന്ന് പോയി. താര എന്നിട്ട് ഇവനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾക്കട്ടെ ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നുള്ളൊരു മട്ടിൽ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് ആ വന്ന അജ്ഞാതയാണ് കേട്ടോ. ആ അജ്ഞാത പ്രകാശൻ്റെ ഫോട്ടോയും എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പ്രകാശൻ പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ആലോചിക്കുകയാണ്. ആ ജയിലിൽ വെച്ച് നടന്നത്, അതുപോലെ തന്നെ നമ്മുടെ കോടതി മുറ്റത്ത് വെച്ച് കല്യാണിയുമായിട്ടുണ്ടായ സംഭവങ്ങൾ, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന പ്രകാശൻ രണ്ടും കൽപ്പിച്ച് നേരെ കല്യാണിയുടെ വീട് ലക്ഷ്യമാക്കി പോടും. അങ്ങനെ കല്യാണിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രകാശനെ ഫോളോ ചെയ്ത് ആ അജ്ഞാതം
അതിലെ വരുന്നുണ്ടായിരുന്നു. പ്രകാശൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട്. ഈ സമയത്താണ് പ്രകാശൻ പിന്നെ നമ്മുടെ കല്യാണിയുടെ വീട്ടിൽ വരുന്നതും കോളിംഗ് ബെൽ അടിക്കുന്നതും ഭാര്യ വന്ന് വാതിൽ തുറക്കുന്നതും. ദീപ വാതിൽ തുറന്നപ്പോൾ പ്രകാശനെ കാണുന്നു. പ്രകാശനെ കണ്ടതും ദീപയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദീപ ഇങ്ങനെ ഇയാളെ തന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം, ഞാൻ അറ്റാക്ക് വന്ന എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നു, നീ അവിടെ വന്ന് എന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, എന്നെ ഒന്ന് വന്ന് കാണാൻ നിനക്കൊന്ന് വരാൻ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാര്യ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇതുപോലെ ഒരു ഭർത്താവ് എനിക്കുണ്ടെന്ന് ഞാൻ കരുതേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ദീപ പ്രകാശനോട് പറയാം. അങ്ങനെ പ്രകാശനും ദീപയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത്. കല്യാണിയെ കണ്ടപ്പോഴേക്കും ഉള്ളിലെ പക മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് കല്യാണിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ദയനീയ ഭാവത്തോടു കൂടി പ്രകാശൻ നിൽക്കുക. അപ്പം അവിടെ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ അടച്ചത് നീയാണെന്ന് അറിഞ്ഞു, അപ്പോൾ അതിനൊരു നന്ദി പറയാൻ വേണ്ടി വന്നതാ. ഓർമ്മയുണ്ട്, ഞാൻ ഒരുപാട് തെറ്റുകൾ എല്ലാവരോടും ചെയ്തിട്ടുണ്ട്, ഒരു ഗതിയും പരഗതിയും ഇല്ല, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, അമ്മ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇവരോട് സംസാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയം ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പൊറുക്കണം എന്നിങ്ങനെ നമ്മുടെ പ്രകാശം പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് കല്യാണി ചോദിച്ചു. എൻ്റെ കലി കയറി വരുന്നുണ്ട്. കലി ഇങ്ങനെ ഉള്ളിൽ ആ ഒരു ഇതിങ്ങനെ കിടക്കുക. എന്നിട്ട് പിന്നെ മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രകാശൻ ഓർക്കുവാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് എന്ന് നമ്മുടെ ദീപ ചോദിക്കുക കേട്ടോ. മോളെ, പൈസ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ 10 100 എന്താന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തേക്കാൻ ദീപ കല്യാണിയോട് പറയണം. ഇത് കേട്ട് കല്യാണി ഇങ്ങനെ ഇയാളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വീട്ടിൽ ഏത് ഭിക്ഷക്കാർ വന്നാലും ഞങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ട് എന്നും ദീപ പറയണു. പ്രകാശൻ ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടി വെക്കുക. നാളെ വേണം ഇതെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. പിന്നെ വിശന്ന് വലഞ്ഞു വരുന്ന ആരായാലും അവരെ സ്വീകരിക്കുന്ന വീടാ ഇത്, അവർക്ക് ഭക്ഷണവും പൈസയും കൊടുത്തു വിടുന്ന വീടാ ഇത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വേണമെന്ന് എൻ്റെ മരുമകന് നിർബന്ധമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ദീപ ഇങ്ങനെ പ്രകാശനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. എൻ്റെ മോളുടെ കാര്യം അറിയാമല്ലോ, അവർ ശത്രുക്കളോട് പോലും കരുണ കാണിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മോളോട് ചോദിച്ചോ, അവൾ ചിലപ്പോൾ നക്കാപ്പിച്ച വല്ലതും തരും, ഇതൊക്കെ പറയണു കേട്ടോ. അങ്ങനെ അവസാനം കല്യാണിയുടെ കാല് പിടിക്കുന്ന രീതിയിൽ തന്നെ ഇയാൾ സംസാരിക്കുന്നു. അങ്ങനെ ഇയാൾ അവിടെ കയറി ചെന്ന് ഇയാളുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നിടത്തും, അതുപോലെ ഇയാൾ ഒന്ന് പറഞ്ഞാൽ 9 തിരിച്ചു പറയുന്ന ദീപയും ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുന്ന കല്യാണിയും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ ടേക്ക് കെയർ, ബൈ ബൈ.